കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് RLV രാമകൃഷ്ണന് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. മോഹിനിയാട്ടത്തിന്റെ അടവുകൾ കോർത്തിണക്കി ഗണപതി സ്തുതിയിൽ അവസാനിപ്പിക്കുന്നതായിരുന്നു കലാമണ്ഡലം കൂത്തമ്പല വേദിയിലെ അവതരണം. 3 കീർത്തനങ്ങൾ 3 ഘട്ടങ്ങളിലായി അവതരിപ്പിച്ച മോഹിനിയാട്ടം അരമണിക്കൂർ നീണ്ടുനിന്നു. പുരുഷ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു രാമകൃഷ്ണന്റെ അവതരണം. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിവേചനമില്ലാതെ മോഹിനിയാട്ടം പഠിക്കാൻ കലാമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ് കലാകാരൻ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ കലാരൂപം മോഹിനിയാട്ടത്തിന് സമ്മാനിച്ച, അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന കലാരൂപം കേരളത്തിന് സമ്മാനിച്ച മഹാകവി വള്ളത്തോളിൻ്റെ ഈ സ്വപ്നഭൂമിയിൽ ഒരു പുരുഷനായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നൊരു വാക്കാണ് മോഹിനി അല്ലെങ്കിൽ മോഹിനിയാട്ടം. അദ്ദേഹം വിഭാവനം ചെയ്തത് കൈരളി നൃത്തം എന്ന ലിംഗവിവേചനം പോലും ഇല്ലാത്തൊരു നൃത്തരൂപമാണ്. ആ നൃത്തരൂപത്തിൻ്റെ പേര് അങ്ങനെ തന്നെയായി തീരണമെന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം ഈ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ച് 2017 മോഹിനിയാട്ടത്തിൻ്റെ പുരുഷരംഗാവതരണം, അത് ആട്ടത്തിലെ ആൺവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ NK ഗീത ടീച്ചറുടെ കീഴിൽ ഇതേ കൂത്തമ്പലത്തിൽ നിന്നും PhD അനുവദിച്ച് തന്നത്. അപ്പോൾ അവിടെ ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് 2007 മുതൽ 2017 വരെയാണ്. അതിനു മുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിന് വെളിയിലായിരുന്നു. ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു, അതായത് PhD MPhil. അപ്പോൾ ഇവിടെ അതിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു നൃത്തരൂപം ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷവാനാണ്. RLV രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയ വംശീയാധിക്ഷേപത്തിന് പിന്നാലെയാണ് നൃത്തം അവതരിപ്പിക്കാൻ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയൻ രാമകൃഷ്ണനെ ക്ഷണിച്ചത്. അതിനിടെ കേരള കലാമണ്ഡലത്തിൽ ഇനി മുതൽ പുരുഷ വിദ്യാർത്ഥികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുങ്ങി. ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനമെടുത്തത്. മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.